ഹലോ ഗൈസ്, ഇന്നാണ് ആ ഒരു സൂപ്പർ പോരാട്ടം, സൂപ്പർ കപ്പിലെ ഫൈനൽ മത്സരം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. യെസ്, ചാമ്പ്യൻസ് ലീഗിലെയും അതുപോലെ തന്നെ യൂറോപ്പ് ലീഗിലെയും വിജയികൾ തമ്മിലുള്ള വാർഷിക പോര് ഇന്ന് നടക്കുന്നു. യുവേഫ സൂപ്പർ കപ്പിൽ സ്പാനിഷ് വമ്പന്മാരായിട്ടുള്ള റയൽ മാഡ്രിഡ് കഴിഞ്ഞ സീസണിൽ അട്ടിമറികൾ കൊണ്ട് ഞെട്ടിച്ചിട്ടുള്ള അറ്റ്ലാന്റയാണ് നേരിടാൻ പോകുന്നത്. ഈ ഒരു മത്സരത്തിന് ഏറ്റവും അധികം ഹൈപ്പ് കൊടുക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കിലിൻ എംബാപ്പെ ഇന്ന് റയൽ മാഡ്രിഡിന് വേണ്ടി തന്റെ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നു. അതെ, നമുക്കറിയാം, വലിയൊരു ഹൈപ്പോട് കൂടി തന്നെയായിരുന്നല്ലോ റയൽ മാഡ്രിഡിലേക്ക് അദ്ദേഹം ചേക്കേറിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഗംഭീരമായിട്ടുള്ള തുടക്കം തന്നെ റയൽ മാഡ്രിഡിൽ കിലിയൻ എംബാപ്പയ്ക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആരാധകരും കാത്തിരിക്കുന്നു. യൂറോപ്പ ലീഗ് ഫൈനൽ പോരാട്ടത്തിൽ ബയർ ലെവർക്യൂസനെ തോൽപ്പിച്ചുകൊണ്ട് 61 വർഷത്തിന് ശേഷമാണല്ലോ ആദ്യ യൂറോപ്യൻ കിരീടം നേടിയിട്ടുള്ളത് അറ്റ്ലാന്റ. എന്തായാലും അവരിപ്പോൾ മികച്ച ടച്ചിലാണ് നിൽക്കുന്നത്. എതിർ ടീമിൽ കിലിയൻ എംബാപ്പെ കൂടി വേണം. എതിരാളികൾ മികച്ചതാവുമ്പോൾ മാത്രമാണ് ഏറ്റവും മികച്ച കളി പുറത്തെടുക്കാനാവുക എന്നാണ് മത്സരം നടക്കുന്ന പോളണ്ടിലെ വാർസോയിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ എത്തിയതിനു ശേഷം അറ്റ്ലാന്റയുടെ കോച്ചായിട്ടുള്ള ജിയാൻ പിയറോ കാസ്പെറിനോ പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും വിനീഷ്യസ് ജൂനിയർ, കിലിയൻ എംബാപ്പെ, റോഡ്രിഗോ ത്രയത്തിന്റെ മുന്നേറ്റത്തെയും അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം, ലൂക്ക മോഡ്രിച്ച് നയിക്കുന്ന മിഡ്ഫീൽഡിനെയും പിടിച്ചു കെട്ടാൻ ഗാസ്പെറിനോ ഒരുക്കിയ തന്ത്രങ്ങൾ എന്താണെന്ന് അറിയാൻ ഇനി അല്പം കൂടി കാത്തിരുന്നാൽ മതി. അതെ, ഇന്ന് രാത്രി 12:30 ആ ഒരു കിടിലൻ സൂപ്പർ കപ്പിന്റെ ഫൈനൽ പോരാട്ടം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ ആരാധകരുടെ സംശയപ്രകാരം ഈ ഒരു കളി എങ്ങനെ ലൈവായിട്ട് കാണാം? തീർച്ചയായിട്ടും സോണി ലൈവിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലൈവ് കാണാൻ മറ്റുള്ള ഒരുപാട് വഴികൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കും. ഈ ഒരു മത്സരവും ഇതുപോലത്തെ മറ്റുള്ള പ്രധാനപ്പെട്ട കളികളൊക്കെ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ടെലിഗ്രാമിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഈ ഒരു മത്സരം നടക്കുന്ന സമയം ഇന്ന് രാത്രി 12:30 സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ 12:30. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ചെറിയൊരു ഗുഡ് ബൈ.